എന്തും ഗോകുലിനോട് ചോദിക്കാം. ഈ പടം നിങ്ങളൊക്കെ കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞ് വിജയിച്ചാൽ സാധ്യതയുണ്ട്. എന്തോ ചന്ദ്രനിൽ പോയിട്ട് ചന്ദ്രന് നല്ല തണുപ്പായിരുന്നു. ഇവിടെ ആരും വന്നില്ല അതുകൊണ്ടാണ്. അനാർക്കലിയുടെ ശബ്ദം ഇഷ്ടപ്പെട്ട നല്ല ശബ്ദമല്ലേ പടത്തിൽ? ശരിക്കും അങ്ങനെയാണ് സൗണ്ട്. ഓക്കെ, അവൻ പറഞ്ഞു ഇത് അങ്ങനെയല്ല സൗണ്ട് എന്ന് കേൾപ്പിക്കാൻ വേണ്ടി പറയണം. കുറെ സന്തോഷമുണ്ട് ഇത്രയും പേരെ കാണാൻ പറ്റിയതിൽ. നമ്മുടെ ഗണേശ് സാറിൻ്റെ ഒപ്പം ആദ്യത്തെ തിയേറ്റർ വിസിറ്റ് ആണ്. എല്ലാവർക്കും സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരോടും പറയണം, സിനിമ ഇഷ്ടമായെങ്കിൽ കാണാനായിട്ട് പറയണം. താങ്ക് യു ഫോർ കമ്മിങ്. ഡയറക്ടർ അരുൺ ചന്ദ്ര. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം ഇങ്ങനെ മലയാളത്തിലെ ആദ്യത്തെ ഏലിയൻ എന്നുള്ള രീതിയിൽ തന്നെ ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. ആ ഒരു പദവി എനിക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എക്സ്പീരിയൻസ് ഭയങ്കര നന്നായിരുന്നു. അത് ഏലിയൻ ആയതുകൊണ്ട് മാത്രമല്ല, ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ആ സമയത്ത് എൻ്റെ ഒരു തുടക്ക കാലഘട്ടമായിരുന്നു. അപ്പം ഇത്രയും വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു ഷൂട്ട് ചെയ്യുന്നതൊക്കെ. പിന്നെന്താ, ഏലിയൻ ഡയലോഗൊന്നും പറയേണ്ടതൊന്നുമില്ല, അതുകൊണ്ട് മൊത്തത്തിൽ എളുപ്പമുള്ളൊരു പരിപാടിയായിരുന്നു. അല്ല, ഡയലോഗ് പറഞ്ഞാൽ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ. അതെ, ഡയലോഗ് പറയാതെ അഭിനയിക്കാനാണ് ഏറ്റവും പ്രയാസം. ആ തുറന്നതേ ഇല്ല. അതെ. പക്ഷെ എനിക്കാളെ മനസ്സിലായിട്ടോ. ഇന്ന് കണ്ടപ്പോൾ കുറെ അന്ന് കണ്ടിട്ട് പോയതാ. ഞാൻ ആരാ മനസ്സിലായില്ല, ആരാ ഈ വേഷത്തെ ഞാൻ കണ്ടിട്ടില്ല. ആ വേഷത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അജുവാണ് ഒരു ഐശ്വര്യം. ഞാൻ പറഞ്ഞു വീടിൻ്റെ ഐശ്വര്യം അജുവാണ്. അജുവിന് വരാൻ പറ്റിയില്ല. അജു ചെന്നൈയിലൊരു പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒരുമിച്ച് കണ്ടതിലും ഞങ്ങൾക്ക് ഇത്രയും പേര് ഒരുമിച്ച് സാറിനെ ഞങ്ങളെല്ലാവരും പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഗണേശ് സാറിനെയാണ്. അപ്പം ഗണേശ് സാറുമായിട്ട് ആദ്യത്തെ ഒരു തിയേറ്റർ വിസിറ്റാണ്. അപ്പം നിങ്ങളെല്ലാം സാറിൻ്റെ വട്ടത്തിൽ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ബിക്കോസ് എല്ലാം കണ്ടിറങ്ങുന്ന സമയത്ത് എല്ലാവരും വിക്ടർ ഫാൻസ് ആകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു എല്ലാവർക്കും.